നരേന്ദ്രമോദി നടപ്പിലാക്കുന്ന സാമൂഹ്യക്ഷേമ പദ്ധതികളും വികസന പ്രവർത്തനങ്ങളും ലോകത്തിന് തന്നെ മാതൃകയാണെന്ന് ബിജെപി ദേശീയ നിർവാഹക സമിതി അംഗം സി.കെ. പത്മനാഭൻ. അയഞ്ചേരിയിൽ നടന്ന എൻ.ഡി.എ സ്ഥാനാർത്ഥി രാംദാസ് മണലേരിയുടെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സ്ത്രീ ശാക്തീകരണം ഇതുപോലെ മുന്നേറിയ ഒരു കാലം മുമ്പുണ്ടായിട്ടില്ല. അയഞ്ചേരിയിൽ എൻ.ഡി.എ കുറ്റ്യാടി നിയോജക മണ്ഡലം സ്ഥാനാർത്ഥി രാംദാസ് മണലേരിയുടെ മണ്ഡലം തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കേരളം മാറി മാറി ഭരിച്ച രണ്ട് മുന്നണികളും സയാമീസ് ഇരട്ടകളാണെന്നും അദ്ദേഹം സൂചിപ്പിച്ചു. അഴിമതിയും കെടുകാര്യസ്ഥതയുമാണ് ഇടതു വലതു മുന്നണികളുടെ മുഖമുദ്ര. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എൻ.ഡി.എ നിർണായക ശക്തിയാവുമെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. തുടങ്ങിയതാണ് കേരളത്തിന്റെ മുന്നണി രാഷ്ട്രീയം. അതിനുശേഷം മുന്നണിയില്ലാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന നിലയിലാണ് നമ്മുടെ രാജ്യത്തെ സ്ഥിതി എത്തിയിട്ടുള്ളത്. കഴിഞ്ഞ 70 വർഷമായി കേരളത്തിൽ 5 കൊല്ലം കൂടുമ്പോൾ മാറി മാറി ഭരണം നടത്തിയിട്ടുള്ള കോൺഗ്രസ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ മുന്നണികൾ, ആ മുന്നണികളെ ഒറ്റവാക്കിൽ പറഞ്ഞാൽ ഭരണവർഗ മുന്നണി എന്ന് പറയാം. ഈ ഭരണവർഗ മുന്നണികളാണ് 70 വർഷമായി കേരളം ഭരിച്ചത്. അവർക്കിപ്പോൾ ഒരൊറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ: ബി.ജെ.പിയുടെ മുന്നേറ്റത്തെ തടയണം. രണ്ട് മുന്നണികളും പരസ്പരം ശത്രുക്കളാണ് എന്ന് പുറമേ നടിക്കുന്നുണ്ടെങ്കിലും അകത്ത് ഉള്ളിൽ അവർ ഇരട്ടപ്പെട്ട കുട്ടികളെ പോലെയാണ് അവർ പ്രവർത്തിക്കുന്നതും അവർ പെരുമാറുന്നതും. ഇടതും വലതും മുന്നണികൾ ഇരട്ടപ്പെട്ട കുട്ടികളെ പോലെയാണ്. കണ്ടാൽ പരസ്പരം തിരിച്ചറിയാത്ത മുഖഭാവവും പെരുമാറ്റവും പ്രവർത്തന രീതിയുമുള്ള രണ്ട് മുന്നണികളാണ് ഈ കേരളത്തിലുള്ളത്. ആ മുന്നണി ഭരണത്തിൻ്റെ തകർച്ച ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യം ദേശീയ ജനാധിപത്യ സഖ്യം ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങളുടെ മുമ്പിൽ വെച്ചിട്ടുണ്ട്. കേരളം മാറണം. കേരളത്തിൽ വികസനം, വികസിത കേരളം എന്ന് പറയുന്നത് അത് വെറും ഒരു സ്വപ്നമല്ല, അത് സാക്ഷാത്കരിക്കേണ്ട ഒരു തത്വമാണ്. നമ്മുടെ കേരളം വിഭവസമൃദ്ധമായ കേരളം, വിദ്യാസമ്പന്നരായ ജനങ്ങൾ, അധ്വാനിക്കാൻ ശക്തിയുള്ള ജനങ്ങൾ, പ്രകൃതി കനിഞ്ഞനുഗ്രഹിച്ചിട്ടുള്ള കേരളം, 44 നദികൾ, അതുപോലെയുള്ള ജലാശയങ്ങൾ, പർവ്വത പ്രദേശങ്ങൾ, 500-600 കിലോമീറ്റർ നീണ്ടു കിടക്കുന്ന കടലോരം, വലിയ മലയോരം, ഇതെല്ലാം കഴിഞ്ഞിട്ടുള്ള നമ്മുടെ ഈ മഹത്തായ കേരളം ഇന്ന് വികസന രംഗത്ത് തകർന്നടിഞ്ഞു കിടക്കുകയാണ്. പിണറായി ഗവൺമെന്റിന്റെ ആളുകളും വികസനം എന്നൊക്കെ പറഞ്ഞ് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഇവിടെ യഥാർത്ഥത്തിൽ വരേണ്ട വികസനം വന്നിട്ടില്ല. ഇപ്പോഴുള്ള നല്ല വികസനം, ഇപ്പോൾ വികസന നാട്യങ്ങൾ മാത്രമേ രണ്ട് മുന്നണികളുടെയും ഭാഗത്തുള്ളൂ. ഇപ്പോൾ അവർ പരസ്പരം പറയാൻ തുടങ്ങിയിരിക്കുന്നു, മാധ്യമങ്ങളും പറയാൻ തുടങ്ങിയിരിക്കുന്നു, ഈ തെരഞ്ഞെടുപ്പിൽ എത്ര സീറ്റാണ് ബി.ജെ.പിക്ക് കിട്ടാൻ വേണ്ടി പോകുന്നത് എന്നുള്ളതാണ്. അപ്പോൾ സീറ്റ് കിട്ടും എന്ന് അവർ ഉറപ്പിച്ചു. ഇനി കിട്ടുന്ന സീറ്റിന്റെ എണ്ണത്തെ കുറിച്ചിട്ടുള്ള തർക്കങ്ങളാണ് ഇടതും വലതും മുന്നണികൾ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എം.പി. രാജൻ അധ്യക്ഷത വഹിച്ചു. രാംദാസ് മണലേരി, പി.പി. മുരളി, പി.കെ. അച്യുതൻ, ടി.കെ. പ്രഭാകരൻ മാസ്റ്റർ, പ്രിബേഷ് പൊന്നക്കാരി, പി.ടെ. ചന്ദ്രൻ, രജീഷ് എം.കെ., അരീക്കൽ രാജൻ, ഒ.പി. ദിലീപൻ, വിജിത്ത് സി, ഷാജു വി.പി., ടി.വി. ഭരതൻ, എം.എം. രാധാകൃഷ്ണൻ മാസ്റ്റർ, കെ.കെ. മോഹനൻ, രാജഗോപാലൻ പുറമേരി, രാജീവൻ മയിലോട്ട്, യു.വി. ചാത്തു, കെ.കെ. രാജീവൻ, ആർ.കെ. ശങ്കരൻ, ഹർഷജിത്ത് എന്നിവർ സംസാരിച്ചു.